ബിഗ് ബോസ് സീസൺ 5 എപ്പിസോഡ് 6 ഡേ 5 അങ്ങനെയല്ലേ ആണ്. ഡേ 5ഉം എപ്പിസോഡ് 6ഉം ആണ്. ഞാൻ ഫുൾ ഡേ ഒന്നും ഇരുന്ന് വാച്ച് ചെയ്തൊന്നുമില്ല. കാരണം കഴിഞ്ഞ സീസൺ പോലെയല്ല ഈ സീസൺ. ഭയങ്കര നമ്മളെ അങ്ങ് വെറുപ്പിക്കുന്ന രീതിയിലൊരു ചില സിറ്റുവേഷൻസും സീനുകളും ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വീക്സായി ബിഗ് ബോസ് തുടങ്ങിയെന്നൊരു ഫീലാണ് എനിക്ക് കാണുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം ഒരു സൈഡിൽ ലവ് ട്രാക്ക്, ഒരു സൈഡിൽ അടിയും ബഹളവും. അതിനകത്ത് എടുത്തു പറയേണ്ടത് നമ്മുടെ ലവ് ട്രാക്കിലേക്ക് വരാം. ആദ്യമേ നമുക്ക് ലവ് ട്രാക്കിൽ തുടങ്ങാം. കഴിഞ്ഞ സീസണിൽ പറയാതെ പറഞ്ഞ ഒരു ലവ് ട്രാക്ക് ഉണ്ടായിരുന്നു. അതായത് സാഗർ സെറീന ഒരു ലവ് ട്രാക്ക് അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അളിയനും പിന്നെ റനീഷയുമായിട്ട് ചെറിയൊരു അളിയന് റനീഷയോട് ചെറിയൊരു ക്രഷുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ സാധനങ്ങൾ പോകുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ അങ്ങനെ ഒരു ഫൺ രീതിയിൽ പോകുമായിരുന്നെങ്കിൽ ഇവിടെ 5ാമത്തെ ദിവസമായതേ ഉള്ളൂ. പക്ഷേ അവിടെ ജാസ്മിനും ഗബ്രിയും കൂടെ അങ്ങ് തകർക്കുക അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സൂപ്പറാ. അതായത് ജബ്രിന്ന് പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഫാൻ പേജുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബിഗ് ബോസിന് കണ്ടൻറ്റാണ്. ബിഗ് ബോസ് അത് പാട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പ്രൊമോ ഒക്കെ ഇറങ്ങുന്നുണ്ട്. രാത്രി 2 മണി 3 മണി വരെ ഇരുന്ന് സംസാരം, പകലിരുന്ന് സംസാരം, 2 പേരും മാറാണ്ട് ഇരുന്ന് സംസാരം. ആദ്യം സത്യം പറഞ്ഞൊരു ബെസ്റ്റ് കളിയാണ്. കാരണം പ്രേമമാണോ എന്ന് ചോദിച്ചാൽ പ്രേമമല്ല, പക്ഷേ ബ്രദർ സിസ്റ്റർ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, പക്ഷേ ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഒന്നും ഉറപ്പിച്ച് പറയുന്നില്ല. അതിനിടയ്ക്കൂടെ നമ്മുടെ രതീഷ് ചേട്ടൻ, പുള്ളിക്ക് എവിടെ ക്യാമറ ഉണ്ടായാലും പുള്ളിക്ക് അവിടെ സ്കോർ ചെയ്യണം എന്നാണ്. പുള്ളിക്ക് ആകെ ചെയ്യാൻ പറ്റാത്തൊരു സാധനം അതിനകത്ത് ലവ് ട്രാക്കാണ്. കാരണം കഴിഞ്ഞ സീസണിൽ അഖിൽമാരാറ് ശോഭയായിട്ടൊരു ടോമാഞ്ചേരി കളിക്കുന്നുണ്ടായിരുന്നു. ആ സാധനം അളിയനിപ്പോൾ കളിക്കാൻ പറ്റത്തില്ല. ഒന്നാമത് ആദ്യം വന്നപ്പോഴേ ജന്മണിയായിട്ടൊരു ഉണക്കുണ്ടായി. അങ്ങനെ മൊത്തത്തിൽ അളിയൻ ആ ഒരു സ്ഥാനത്തിലേക്ക് പോകാനേ പറ്റില്ല എന്നൊരവസ്ഥ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർ രണ്ടും കൂടെ രാവിലെ ഇരുന്ന് സംസാരിക്കുകയാണ്. അത് നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അളിയൻ ചെന്നിട്ട് ഏട്ടനോട് വന്ന് മിണ്ടടാ ഗബ്രി, ഏട്ടനോട് വന്ന് മിണ്ട്, നിങ്ങളെന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറയുന്നു. ജാസ്മിൻ നല്ല ഇടപെടലം അടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഒരാണും പെണ്ണും കൂടെ മിണ്ടി കഴിഞ്ഞാൽ ഉടനെ പ്രേമമാണോ കാമമാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ അടിച്ചു കൊടുക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ രതീഷ് നല്ല രീതിയിൽ സ്ക്രീൻ പ്രസൻസ് കിട്ടുന്നുണ്ട്. അതിപ്പം നെഗറ്റീവ് ആയിക്കോട്ടെ, ചളിയായിക്കോട്ടെ, വെറുപ്പിലായിക്കോട്ടെ, നല്ല രീതിയിൽ സ്ക്രീൻ പ്രസൻസ് ഇട്ടിട്ടുണ്ട്. അതിപ്പം നിങ്ങൾ ലൈവ് കാണുന്ന സമയത്ത് ചാറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുൾ രതീഷിനെ ഒന്നേക്ക് കുറ്റം പറഞ്ഞുകൊണ്ടല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സാധനങ്ങളാണ്. എന്തായാലും ഒരു ഫൈനൽ 5 വരാൻ കപ്പാസിറ്റി ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ് രതീഷ്. ഈ ഒരു പോക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ വൃത്തിയിട്ട കളിയാണ് കളിക്കുന്നത്. പുള്ളി ഈ കളി പഠിച്ചിട്ട് വന്ന അതായത് കളികളെല്ലാം കണ്ട് എന്തൊക്കെ കാർഡുകൾ എവിടേക്ക് യൂസ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ആ കാർഡ് അവിടെ യൂസ് ചെയ്തു, ഞാൻ ആ കാർഡ് അവിടെ യൂസ് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പുള്ളി എന്താ, അതായത് ലവ് കാർഡ്, ഇമോഷണൽ കാർഡ്, ഇറിറ്റേറ്റിംഗ് കാർഡ്, അങ്ങനെ സെക്ഷൽ ഹാരാസ്മെൻറ്റ് കാർഡ്, അബ്യൂസ് കാർഡ്, അങ്ങനെ ഓരോരോ കാർഡും കൊണ്ടൊക്കെയാണ് പുള്ളി വന്നിരിക്കുന്നത്. അവസാനം ബിഗ് ബോസ് തന്നെ ഗതികെട്ട് ഇതിപ്പോൾ എന്ത് പുല്ലിത്, ഇതിപ്പം എനിക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സീസൺ സൂപ്പറായിരുന്നതാണ് ബിഗ് ബോസിന് ഇപ്പോൾ തോന്നുന്നത്. കാരണം അത്രയ്ക്ക് അൺസഹിക്കബിളായിട്ടാണ് ഇപ്പം രതീഷിൻ്റെ കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇന്ന് ഒരു പ്രാങ്കൊക്കെ ഉണ്ടായിരുന്നു, സുരേഷ് ചേട്ടൻ്റെ പ്രാങ്ക്. വളരെ നാച്ചുറലായിട്ടുള്ള ആർട്ടിഫിഷ്യൽ അഭിനയമായിരുന്നു പുള്ളിയുടേത്. നമുക്ക് മനസ്സിലായതേ ഇല്ല അത് പ്രാങ്കാണെന്ന്. അത്രയ്ക്ക് ആർട്ടിഫിഷ്യലാലിറ്റി ഉണ്ടായിരുന്നു അതിനകത്ത്. മോതിരം കാണാനില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളവും. അതിനിടയ്ക്ക് അവസാനം പ്രാങ്കാണെന്ന് പറയുന്നു. എന്തെന്നില്ലാത്ത മനസ്സമാധാനമായിരുന്നല്ലോ. കഴിഞ്ഞ വട്ടത്തെ പ്രാങ്ക് കിടിലം പ്രാങ്കിലായിരുന്നു ശോഭ ചേച്ചിയെ പറ്റിച്ചത്. അതൊന്നുമില്ല, അത്രയ്ക്കൊന്നും ആയിട്ടില്ല. പിന്നെ സിജോ ഇന്ന് സുരേഷ് ഏട്ടനെ സമാധാനിപ്പിക്കുക. സുരേഷ് ഏട്ടൻ കളിയായിരുന്നു, അനിയൻ ഏട്ടൻ സംഭവമൊക്കെ ആയിരുന്നു. ഇതിനിടയ്ക്ക് സുരേഷും രതീഷും തമ്മിൽ പറഞ്ഞ് അതിനകത്ത് സുരേഷ് ഗേ ആണെന്നുള്ള രീതിയിൽ സംസാരം വരുന്നു. അങ്ങനെ കുറേ അടിയും ബഹളവും. ഇന്ന് ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു. കാരണം വീക്കെൻഡിന് തൊട്ട് മുന്നത്തെ എപ്പിസോഡാണല്ലോ, അതുകൊണ്ട് തന്നെ ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു. പവർ ടീമിന് ഒരു ആളെ നോമിനേറ്റ് ചെയ്യാം. ജിൻഡോയെ അവർ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ പവർ ടീമിനെ മാറ്റി നിർത്തുന്നു. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൂടി ഒരാളെ നോമിനേറ്റ് ചെയ്യാം. എല്ലാവരും വന്നിട്ട് രതീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. എല്ലാവരും വരിയായിട്ട് വന്ന് ഓരോ കാരണം പറഞ്ഞ് രതീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. അതിനിടയ്ക്കാണ് ഈ ഒരു സുരേഷ് രതീഷ് അടിയൊക്കെ വരുന്നത്. അതിനിടയ്ക്കൂടെ ബിഗ് ബോസിന് തന്നെ കൺട്രോളില്ലാതെ പോയി. അത്രയ്ക്ക് അടിയും ബഹളവും, ഭയങ്കര ബഹളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കഴിഞ്ഞ സീസണിൽ മുണ്ടുവെക്കൽ സമയത്തൊക്കെ ഉള്ള അടിയുണ്ടല്ലോ, അതിലും ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. കാരണം ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡായിരുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ് ഇന്നത്തെ. അതിനുശേഷം അങ്ങനെ രതീഷിനെ പറയുന്നു, രതീഷ് ജയിലിൽ പോകാൻ തയ്യാറാകുന്നു. അങ്ങനെ രതീഷിനെ ജയിലിൽ വിടുന്നു. ഇതിനിടയ്ക്ക് രതീഷ് എവിടെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയാലും രതീഷ് അവിടെ പോയി അങ്ങ് അഴിഞ്ഞാടാനായിട്ട് മറ്റേ
ഇനി വെളിയിൽ ഇറങ്ങിയിട്ട് എന്ത് സംഭവിക്കുന്നു അതിനെക്കുറിച്ചൊന്നും പുള്ളിക്ക് വലിയതൊന്നുമില്ല. പുള്ളിക്ക് അവിടെ എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ്. അത് ഏറെക്കുറെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആദ്യമേ തന്നെ പുള്ളി വരുത്തി വെച്ചിട്ടുണ്ട്. കാരണം എല്ലാവരെയും വെറുപ്പിക്കുകയാണ്, എവിടെ ചെന്നും വെറുപ്പിക്കുന്നു, എങ്ങനെയും വെറുപ്പിക്കുന്നു, എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാമെന്ന് നോക്കുന്നു. മറ്റേ ഇത് തരംതാണ രീതിയിലും കണ്ടന്റ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്ന രതീഷ്. എന്തായാലും സംഭവം കണ്ടന്റൊക്കെ കിട്ടുന്നുണ്ട്, അതുള്ളതൊക്കെയാണ്. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ എന്താകും എന്നുള്ളതാണ്. നാളെയാണ് അടുത്ത, അതായത് എപ്പിസോഡ് 7 വീക്കെൻഡ് എപ്പിസോഡ്. ലാലേട്ടൻ വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഇന്ന് നമ്മുടെ ഡിറ്റക്റ്റീവ് രാംദാസിനെ കാണിച്ചു. പക്ഷേ ഈ അടിയുടെ വെള്ളത്തിനിടയ്ക്ക് രാംദാസ് ഒന്നും അല്ല, രാംദാസിനെയൊക്കെ മുങ്ങിപ്പോയി. രാംദാസിനെ വേണ്ട, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം നാളെ ലാലേട്ടൻ വന്നിട്ട് ഒരാളെ ഔട്ടാകേണ്ടതാണ്. കാരണം ഇതിൽ അൻസിബയെ ഒന്നും കാണാൻ കൂടിയില്ല. കാരണം ആകെ ഇന്ന് ആ ഒരു നോമിനേഷൻ വന്നപ്പോഴാണ് അൻസിബ എന്തോ പറഞ്ഞു സംസാരിക്കുന്നത്. അല്ലാതെ അൻസിബയൊന്നും കാണാൻ പോലും ഇല്ല. നാളത്തെ നോമിനേഷനിൽ ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് ചിലപ്പം ഒരു നോമിനേഷൻ ഫ്രീ വീക്ക് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. 19 പേര് ഇനി ഒരു വൈൽഡ് കാർഡ് വരേണ്ടതാണ് ഒരു സെക്കൻഡ് തേർഡ് വീക്ക് ആവുന്ന സമയത്ത്. അപ്പം സെക്കൻഡ് വീക്കിലൊരു ആളെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു വൈൽഡ് കാർഡ് കൊടുക്കുന്നു. അങ്ങനെ ആവാനാണ് ചാൻസ്. ഇവട്ടം വൈൽഡ് കാർഡൊക്കെ നല്ലൊരു കിടിലൻ വൈൽഡ് കാർഡാണ് വരുന്നെങ്കിൽ തകർക്കും. കാരണം വെളിയിലുള്ള ഇത് കണ്ടിട്ടാണ് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും കളിക്കാൻ അറിയാവുന്നൊരു വൈൽഡ് കാർഡാണ് കയറുന്നതെങ്കിൽ കിടിലൻ കളിയായിരിക്കും. രതീഷിനൊക്കെ അടിച്ച് താക്കാൻ പറ്റുന്ന ആളൊക്കെയാണ് ചെല്ലുന്നതെങ്കിൽ കിടിലമായിട്ട് കളിക്കാം. പിന്നെ അർജുൻ, സത്യം പറഞ്ഞാൽ ഈ പവർ ടീമും ക്യാപ്റ്റൻ ഈ മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് എന്താ ഉദ്ദേശിക്കുന്നത്. കാരണം പവർ ടീമിനാണ് പവർ, ക്യാപ്റ്റൻ എന്തിനാണ്? ക്യാപ്റ്റൻ ഒരു പഴം വിഴുങ്ങിയപ്പോലെ അവിടെ നിൽക്കുന്നു എന്നല്ലാണ്ട് ക്യാപ്റ്റൻ ഒരു പണിയില്ല അവിടെ. ക്യാപ്റ്റൻ ഒരു റോളും ഇല്ല, എല്ലാവരും പവർ ടീമാണ് റോള് മൊത്തം. അപ്പോൾ എന്തിനാണ് ഈ ക്യാപ്റ്റൻ? അതുപോലെ പവർ ടീം ആവാനുള്ളൊരു ഗെയിമൊക്കെ നടത്തി. അവസാനത്തെ ഗെയിം ഗംഭീരമായിരുന്നു. പവർ ടീമിനെ മാറ്റണ്ട എന്നുള്ള രീതിയിൽ സിമ്പിൾ ഗെയിമൊക്കെ കൊടുക്കുന്നു. ബിഗ് ബോസ് എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട്, എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് ബിഗ് ബോസ്. എന്താണെന്ന് ഇനി അടുത്ത വീക്ക് വരുമ്പോഴേക്കേ പറയാൻ പറ്റുള്ളൂ. ഒരു വീക്കിലി ടാസ്ക് ഒക്കെ വന്നെങ്കിൽ നമുക്കൊരു ഇവരൊരു ഈ അടിയിൽ നിന്നൊക്കെ മാറി ഒരു ഗെയിമിലേക്കൊക്കെ വരണമെങ്കിൽ അടുത്ത വീക്ക് വരണം. ഇന്നത്രയൊക്കെയായിരുന്നു സംഭവിച്ചത്.